ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നിങ്ങൾ എന്താ ആലോചിച്ചു കൂട്ടുന്നേ? അല്ലടി, ഞാൻ പൂർണിമയെ കുറിച്ച് ഓർക്കുമായിരുന്നു. പൂർണിമയെ കുറിച്ചോ? എന്ത്? അല്ലടി നീരജെ, പൂർണിമ എന്തിനായിരിക്കും ഈ ദുർഗയും കിരണിനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത്? ഇവിടെ മഹിയേട്ടൻ ഉൾപ്പെടെ നമ്മളെല്ലാവരും എതിരാണെന്ന് അറിഞ്ഞിട്ടും അവരെ പിടിച്ചു നിർത്തി. ഇപ്പൊ എന്താ പൃഥ്വിക്കും അഷിതയ്ക്കും അപ്പുറം സ്ഥാനം അവർക്ക് കൊടുക്കുന്നു. ഇതിന്റെയൊക്കെ പിന്നിലെ നമ്മളറിയാത്ത എന്തോ ഒരു കാരണമുണ്ടെന്നാ എന്റെ സംശയം. നിങ്ങൾ പറഞ്ഞതിലും കാര്യമുണ്ട്. ഇത് ഞാനും ശ്രദ്ധിച്ച കാര്യം തന്നെയാ. പൂർണിമ മറ്റാരെക്കാളും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പൃഥ്വിയുടെ കാര്യത്തിലായിരുന്നു. പക്ഷേ ഇപ്പൊ അവനേക്കാൾ താല്പര്യം കിരണിനോടും ദുർഗയോടും കാണിക്കുന്നു. അതെ, എന്തായിരിക്കും അതിന് കാരണം? എടി, നമ്മൾ ആരും അറിയാത്ത എന്തോ ഒരു ബന്ധമായിരിക്കും പൂർണിമയ്ക്ക് അവരുടെ അടുത്തുള്ള. അങ്ങനെയാണെങ്കിൽ നമ്മളത് അറിയാതിരിക്കോ? ഇനി ഒരുപക്ഷെ ദുർഗയും കിരണും പൂർണിമയെ എന്തെങ്കിലും പറഞ്ഞ് ഭീഷണിപ്പെടുത്തി നിർത്തിയിരിക്കുന്നതായിരിക്കോ? ഭീഷണിപ്പെടുത്താനോ? അതെ. ചില സമയത്തെ പൂർണിമയുടെ പെരുമാറ്റത്തില് അവരോട് എന്തോ ഒരു പേടിയുള്ളവർ എനിക്ക് തോന്നാറുണ്ട്. നമ്മളിൽ നിന്നെല്ലാം പൂർണിമ മറച്ചു വെച്ചിരിക്കുന്ന അവരുടെ എന്തോ ഒരു രഹസ്യം ഈ ദുർഗയ്ക്കും കിരണിനും അറിയാം. അത് ഉറപ്പാ. നിങ്ങൾ എന്താ ഈ പറഞ്ഞു വരുന്നത്? ഓ ഏടി മണ്ടി. ഇപ്പം കിരണിനും ദുർഗയ്ക്കും മാത്രം അറിയാവുന്ന ആ രഹസ്യം നമ്മക്കറിയാൻ പറ്റിയ നമ്മൾ രക്ഷപ്പെട്ടു. ആ കാര്യം ആയുധമാക്കി നമുക്ക് പൂർണിമയെ നമ്മളെ വരുതി കൊണ്ടുവരാൻ പറ്റും. അതെങ്ങനെ? നമ്മൾ എങ്ങനെ രഹസ്യം കണ്ടെത്തും? അതാണ് ഇനി നമ്മുടെ മുമ്പിലുള്ള ടാസ്ക്. അതിനെ നമുക്ക് ആ ദുർഗയുടെയും കിരണിന്റെയും എല്ലാ നീക്കങ്ങളും നിരീക്ഷിക്കണം. അവരിലൂടെ നമുക്ക് കാര്യങ്ങൾ നടത്തിയെടുക്കണം. ഐഡിയ ഒക്കെ കൊള്ളാം. ഇതും പറഞ്ഞ് ഇവിടെ കയറി ആലോചിച്ചിരുന്നിട്ട് കാര്യമില്ല. ചെന്നാ ദുർഗയും കിരണിനെയും നിരീക്ഷിക്കേ. നീ എന്റെ അടുത്ത് കൂടുതൽ ഓർഡർ ഇടാനൊന്നും വരണ്ട. എനിക്കറിയാം എന്താ ചെയ്യണമെന്ന്. അവള് വന്നേക്കുന്നു. പിണങ്ങല്ലേ എന്റെ സഹദേവേട്ടാ? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടെത്താൻ നിങ്ങൾക്കൊരു പ്രത്യേക കഴിവല്ലേ? അതുകൊണ്ടല്ലേ ഞാൻ അങ്ങനെ പറഞ്ഞത്. അങ്ങനെ മര്യാദയ്ക്ക് പറ. എടി, ഇനി അങ്ങോട്ട് ദുർഗയുടെയും കിരണിന്റെയും എല്ലാ നീക്കങ്ങളും നമ്മൾ നിരീക്ഷിക്കണം. ഹലോ സർ. എന്താ ജെഡി, അപ്ഡേറ്റ്സ് എന്തൊക്കെയുണ്ട്? പൃഥ്വിക്ക് മേനോനുമായി ബന്ധമുണ്ടെന്ന് ഉറപ്പാണ് സർ. പക്ഷേ പൃഥ്വിക്ക് പോലും മേനോനെ അറിയാമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. അതെന്താ അങ്ങനെ ഒരു സംശയം? അവർ തമ്മിൽ ബന്ധമുള്ള സ്ഥിതിക്ക് പൃഥ്വിക്ക് അയാളെ അറിയാതിരിക്കുമോ? അയാളുടെ ഐഡന്റിറ്റി വിളിച്ചതായാൽ ഏത് നിമിഷവും അയാൾ പിടിക്കപ്പെടും എന്ന ഉറപ്പുണ്ട്. മനസ്സിലായി സർ. നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ ഒരുപാട് പേർ സീക്രട്ട് ഓപ്പറേഷന്റെ വിവരങ്ങൾ ചോർത്തി അവർക്ക് വേണ്ടപ്പെട്ടവർക്കും മീഡിയയ്ക്കുമെല്ലാം നൽകുന്നുണ്ട്. ഓ, ഐ സീ. ആരാണ് അങ്ങനെ നൽകുന്നതെന്ന് അറിയാമോ? നമ്മൾ പൃഥ്വിക്ക് ലോക്കൽ ആൾക്കാരുമായും ഡ്രഗ് ഡീലേഴ്സുമായുള്ള അടുപ്പത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ലോക്കൽ പോലീസിന് നിർദ്ദേശം നൽകിയിരുന്നു. പക്ഷേ അത് സ്റ്റേഷനിൽ നിന്ന് ആരോ ഇവിടെ മഹിയങ്കളിനെയും പൂർണിമ ചേച്ചിയെല്ലാം അറിയിച്ചിട്ടുണ്ട്. അതും നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് അണ്ടർകവർ പോലീസ് എന്ന് പറഞ്ഞു തന്നെ. ഓക്കെ, സ്റ്റേഷനിൽ നിന്ന് ആരാണ് ഇത്തരം പണികൾ ചെയ്യുന്നതെന്ന് ഞാൻ അന്വേഷിക്കാം. ഓക്കെ സർ. ഓക്കെ ജെഡി, വിൽ അപ്ഡേറ്റ് ചെയ്യൂ.
അത് ആരായിരുന്നാലും അവന്റെ കാര്യം ജോറ് സാർ നോക്കിയോളും. ഞാനിപ്പോ വരാൻ കിരൺ. പല്ലവി, ഈ രാത്രി വരെ എവിടെയായിരുന്നു? അതെന്തിനാ നിങ്ങൾ അറിയുന്നേ? ആരാ നിന്നെ ഡ്രോപ്പ് ചെയ്തേ? ഓ, ക്വസ്റ്റ്യൻ ചെയ്യുവാണോ? അല്ല, നീ എന്റെ അനിയത്തിയല്ലേ, അതുകൊണ്ടാ ചോദിക്കുന്നേ. ഞാനൊരു പാർട്ടിക്ക് പോയിട്ട് വരുവാ. എന്താ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇതൊന്നും ശരിയല്ല മോളെ. ആരെയും കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റാത്ത കാലോ. അതുകൊണ്ട് രാത്രിയുള്ള ഇത്തരം യാത്രകൾ ഒഴിവാക്കണം. ആഹാ, അത് കൊള്ളാലോ. ഇവിടെ അഭയാർത്ഥിയെ പോലെ വന്നു കയറിയിട്ട് എന്നെ ഉപദേശിക്കാൻ നോക്കുന്നോ? ദേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഇവിടെ താമസിക്കുന്നുണ്ടെങ്കിൽ താമസിച്ചോ, പക്ഷെ എന്റെ കാര്യത്തിൽ ഇടപെടാൻ വരരുത്. എനിക്കത് ഇഷ്ടമല്ല. ഞാൻ പറയുന്നതൊന്ന് മനസ്സിലാക്ക്. നിന്റെ നന്മയ്ക്ക് വേണ്ടിയാ ഞാൻ സംസാരിക്കുന്നേ. എന്റെ അച്ഛനും അമ്മയും പോലും എന്നെ ഇങ്ങനെ ചോദ്യം ചെയ്തിട്ടില്ല. മര്യാദയ്ക്ക് നിന്റെ കാര്യം നോക്കി പോവാൻ നോക്ക്. ഹലോ, ഞാൻ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കാൻ നിനക്ക് ബുദ്ധിമുട്ടായി അല്ലേ? സോറി, വീട്ടിൽ ഒഴിവാക്കാൻ പറ്റാത്തൊരു ഫംഗ്ഷനിലായിരുന്നു. എത്ര ശ്രമിച്ചിട്ട് ഒഴിവാക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് വരാൻ പറ്റാതെ പോയത്. അപ്പോ നീ ഞാൻ പറഞ്ഞത് ഒഴിവാക്കിയല്ലേ? ഒരിക്കൽ എന്നെ അനുസരിക്കാമെന്ന് വാക്ക് പറഞ്ഞ് എനിക്കൊപ്പം ചേർന്ന പിന്നെ ജീവിതകാലം മുഴുവൻ എനിക്ക് അടിമയായിരിക്കുമെന്ന് അറിയാലോ? അറിയാം, ഇനി ആവർത്തിക്കില്ല. അവസാനമായി ഒരു വാണിംഗ് കൂടി ഞാൻ തരുന്നു. ഇനി ഒരിക്കൽ കൂടി നീ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചാ പിന്നെ എന്റെ കോൾ വരാൻ പോകുന്നത് പൂർണിമയ്ക്കായിരിക്കും. അതിന്റെ ഒന്നും ആവശ്യം വരില്ല. ഞാൻ ഇനിയും നോക്കിക്കൊള്ളാം.